ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആരോഗ്യ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ പുലർച്ചെ 5 മണിയാണ് ഇട്ടത്. നമുക്ക് ഇനി പൂക്കളൊക്കെ ഇടുന്ന സമയം വയ്ക്കും നമ്മൾ പണികളൊക്കെ തീർക്കാൻ വേണ്ടി ഇപ്പോൾ നേരത്തെ കാലത്ത് എണീക്കും കേട്ടോ. ഒന്നാമത് വയ്യ, ഞാൻ പറഞ്ഞല്ലോ പനിയാണ്. അപ്പോൾ കണ്ട ആരും എണീച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ മക്കളൊക്കെ എണീക്കും, പിന്നെ പണിയൊക്കെ തീർക്കാനുള്ള പ്ലാനിൽ വേഗം എണീക്കുന്നത്, പിന്നെ ഫ്രീ ആയിട്ടിരിക്കാനൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ചോറിന് വെള്ളം വെച്ചു, ചോറൊക്കെ ഉണ്ടാക്കണം, കടി ഉണ്ടാക്കണം, അങ്ങനെ എല്ലാ പണികളും ചെയ്യാനുള്ള പരിപാടിയില്ല കേട്ടോ. ആരും എണീച്ചിട്ടില്ല, ചുറ്റുഭാഗം ഒന്നും ആരും എണീച്ചിട്ടില്ല. പിന്നെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, എല്ലാവരും ഗുഡ് മോർണിംഗ് ഒക്കെ ആയിട്ട് ഇവരൊക്കെ കുത്തിപ്പൊക്കി പൊളിപ്പിച്ചെടുത്താട്ടോ. ഞങ്ങൾ പൂക്കളാട്ടോ, ഇതാണല്ലോ ഇപ്പം നമ്മളെ മെയിൻ പരിപാടി എന്നുള്ളത്. ഓർക്കും തന്നെ ഇപ്പോൾ ഇതൊരു ഹരമായി മാറിയിട്ടോ. പൂക്കളുണ്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് എണീച്ച് പല്ല് തേപ്പും കൂടിയൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ വരും കേട്ടോ. ഒരു ചായ കുടിക്കൽ പിന്നെ ഞങ്ങൾ ഇതൊക്കെ ഇട്ടതിൻ്റെ ശേഷമാണ്. ഈ കഫക്കെട്ടൊക്കെ ഉണ്ടായിട്ട് സംസാരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ എന്താ പറയുക, ശ്വാസം കിട്ടാത്ത വലിയ പോലെയൊക്കെയാണ്. അപ്പോൾ കണ്ടില്ലേ, ഞങ്ങൾ ചിത്രം വരച്ച് പൂവൊക്കെ പരിപാടി. ആകെ കൺഫ്യൂഷനാണ്. ഇവർക്ക് എല്ലാ പൂക്കളും ഇടണം. 3 ആൾക്കും 3 അഭിപ്രായമാണ്. പിന്നെ ഞാനും കൂടി കൂടുമ്പോൾ 4 ആയില്ലേ. എനിക്കും തന്നെ ഓരോ അഭിപ്രായമല്ലേ എനിക്ക് വരുന്നത്. ഒത്തി പറിച്ച് പൂക്കളൊക്കെ ഇടുകയാണ്, എന്താ ചെയ്യുക. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഞങ്ങളെ പൂക്കളം വിശേഷങ്ങളൊക്കെ. ഇന്ന് ചിത്തിരയായി. ഒന്നാമെന്ന് പറയും, ഞാനിങ്ങനെ ഇവരെന്നും പറയല്ലോ, അത്തം അന്ന് ചിത്തിരയാണ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. എന്താ അറിയോ, ഇവർക്ക് ഇങ്ങനെ നക്ഷത്രങ്ങളെങ്കിലും അല്ലേ, ആ നാളുകൾ അവർ പഠിക്കണ്ടേ. ശ്രീകുട്ടിക്കൊന്നും അറിയില്ല. ചാരുട്ട പിന്നെ എന്തെല്ലാം പഠിക്കാൻ കഴിയുന്നൊക്കെ പഠിക്കും. ഒരു എന്താ പറയുക, പേപ്പർ കട്ടിങ്സ് ഉണ്ട്, അതെടുത്ത് വായിക്കും, അതെടുത്ത് ഇങ്ങനെ അങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള കുട്ടിയാട്ടോ ചാരു. ശ്രീകുട്ടിക്ക് അങ്ങനത്തെ ഒരു മനോഭാവമില്ല പറയാലോ. ഇപ്പം പിന്നെ ഇംഗ്ലീഷ് ലെറ്റേഴ്സൊക്കെ പഠിച്ചിട്ട് എവിടെയും കാണുമ്പോൾ അതിങ്ങനെ പറയും, ഒരു സ്പെല്ലിങ് ഇങ്ങനെ പറയാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ എന്താ പറയുക, അങ്ങനത്തെ കാര്യമൊക്കെ നമ്മളൊരു കുട്ടികളെ എന്താ പറയുക മോട്ടിവേറ്റ് ചെയ്യണം. അക്ഷരങ്ങൾ പഠിച്ച് പിന്നെ പതിയെ കൂട്ടി വായിക്കാൻ പഠിക്കണമല്ലോ. പിന്നെ അതിന് മാത്രമായിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമല്ല. കാരണം ഓൾ ആ സമയത്തൊക്കെ പഠിക്കാനൊക്കെ തുറന്നാണ് മക്കളൊക്കെ ഉണ്ട്. കമ്പയറിങ് അല്ലാട്ടോ ഒരിക്കലും. എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെയല്ലേ, മക്കൾ എന്താ പറയുക എല്ലാവരും കാട്ടും ഉഷാറാവണമെന്നല്ലേ. ഞാനങ്ങനെ എല്ലാവരും കാട്ടും ഉഷാറാന്ന് വിചാരിച്ചില്ലെങ്കിൽ മോശമാകുന്നൊരു ആഗ്രഹമൊക്കെ എന്തായാലും ഉണ്ട്. ആ മക്കൾ നന്നായ അച്ഛന് ക്രെഡിറ്റ് അച്ഛന്, മക്കൾ മോശമായ എന്താ പറയുക അതിൻ്റെ ക്രെഡിറ്റ് അമ്മയ്ക്കല്ലേ. അങ്ങനെയല്ലേ പറയില്ലേ. നമ്മളെ മക്കളൊക്കെ മോശമായി കഴിഞ്ഞാൽ എങ്ങനെയാണ്, എൻ്റെ സ്വഭാവം തന്നെ എല്ലാവരും നമ്മോട് പറയുള്ളൂ. പക്ഷെ കുട്ടികളെങ്ങനെ നല്ല രീതിക്ക് എത്തി, നല്ല മികച്ച നേട്ടമൊക്കെ കൈവരിച്ച് നല്ല നാളുകളറിഞ്ഞ് തുടങ്ങിയപ്പോൾ എന്താ പറയുക, എൻ്റെ അല്ലേ കുട്ടി, അല്ലെങ്കിൽ അതോ ഓൻ്റെ കുട്ടിയാണ്, അങ്ങനെയല്ലേ പറയുള്ളൂ. അപ്പോൾ അവളെ അമ്മമാർക്ക് വലിയ പങ്കൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ കണ്ടോ, വർത്താനം പറഞ്ഞ നമ്മൾ പൂക്കളാണല്ലേ. ആ നടുക്ക് കുറച്ച് മറ്റേ എന്താപ്പോൾ മല്ലിക ഇട്ടിട്ടോ, മല്ലിക ജമന്തിയോ ഇട്ടിട്ടോ. ചിറ്റുവേട്ടനന്നേ കുറച്ച് പൂവോട് കൊടുക്കുന്നതുകൊണ്ട് ഞങ്ങളത് ഇങ്ങനെ ഒപ്പിച്ച് പോവാണ് കേട്ടോ. ഇത്രയും തോന്നെ പൂവിൻ്റെ ആവശ്യം നമുക്കില്ലല്ലോ. അപ്പോൾ ഇത് മാക്സിമം അങ്ങനെ ദിവസം അങ്ങനെ ചെറിയ പൂക്കളല്ല നമ്മൾ ഇടുന്നത്. അപ്പോൾ ഒരു പൂവൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ, അതിനുള്ള സ്ഥലം തന്നെയുള്ളൂ, അതിനുള്ള ആവശ്യമുള്ളൂ. അപ്പോൾ മാക്സിമം അതങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ അമ്മന്ന് രാവിലെ തന്നെ പോയിട്ടേ അയലോകത്തു നിന്നൊക്കെ പോയിട്ട് കുറേ പൂക്കളൊക്കെ പറിച്ചു കൊണ്ടുവന്നു കേട്ടോ. ഞാനപ്പോൾ എന്താ പണിയിലായിരുന്നു. അപ്പോൾ കണ്ടില്ല, ഞങ്ങളത് എന്താ പറയുക, നമ്മൾ പൂക്കളം ഇടുന്നത് പുരോഗമിക്കുകയാണ് സുഹൃത്തുക്കളെ, പുരോഗമിക്കുകയാണ്. അടി എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വമ്പ അടി നടക്കണം കേട്ടോ. ഒരാളെ കൈ തട്ടണ കൂടി പറ്റില്ല, അപ്പോഴേക്കും പ്രശ്നമാണ്. ഇവരെ ബാല്യമൊക്കെ നമ്മൾ നന്നായിട്ട് ആസ്വദിക്കണം കേട്ടോ. ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെയാണ്, എൻ്റെ പല വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മക്കളെ ബാല്യം നമ്മൾ മാക്സിമം ആസ്വദിക്കണം. എനിക്ക് ഈ കുട്ടികളൊക്കെ ഇട്ടാണ് ജോലിക്ക് പോകണം അമ്മമാരൊക്കെ ദേഷ്യം കേട്ടോ. ഫിനാൻഷ്യലി സപ്പോർട്ടാണ് കാര്യമില്ല, നമുക്ക് ആ ഒരു സമയത്ത് കുട്ടികൾക്കുള്ള ആ മെൻ്റൽ സപ്പോർട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് വേണ്ട ആ കെയറിങ് ഉണ്ടല്ലോ. അത് പിന്നെ കുറേ പൈസ ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ കഴിയില്ല. ആ സമയത്ത് അവർക്ക് എന്താണോ വേണ്ടത് അത് കണ്ടറിഞ്ഞ് കൊടുക്കാൻ അമ്മമാർക്ക് മാത്രമേ കഴിയുള്ളൂ അല്ലേ. അപ്പം ഞാനിപ്പോൾ ഒരുപാട് ജോലിൻ്റെ ഓഫറൊക്കെ വന്നിട്ട് ഞാൻ പോകാത്തെന്നറിയോ, ഈ കുട്ടികളെ അമ്മ പറഞ്ഞു അങ്ങനെ പോകാൻ പാടില്ല. അതുകൊണ്ട് എനിക്ക് മോശമല്ല കേട്ടോ. കാരണം ഈ കുട്ടികളെ ഇത് വരുമ്പോഴേ ഓരോ നല്ലപോലെ കെയർ ചെയ്യണം. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഇനി കാശിക്കുട്ടിന് കുറച്ചൊക്കെ ആയിട്ടൊക്കെ ഉണക്കി ജോലിക്കൊക്കെ ഇറങ്ങാൻ. ശ്രീകുട്ടിക്ക് പിന്നെ കുറേ വിവരം വെച്ചത്. സാട്ടനും കാശിക്കുട്ടിനും പിന്നെ കുറച്ചും കൂടി ആവണം. അപ്പോൾ കണ്ടില്ലേ,
ഇപ്പോൾ ഇതാണ് ചേച്ചീൻ്റെ കുട്ടി മാൾട്ടി. ആ ബോൾ തന്നെ പൂളിൽ കണ്ടപ്പോൾ ഇങ്ങനെ കരയുക. അപ്പോൾ അവിടെ കൊണ്ട് ഇരുത്തിയതാട്ടോ. ഇന്ന് കാശിക്കുട്ടിനെ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഒന്നാമത്തെ ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല. അവൻ കഞ്ഞി കുടിക്കുന്ന തിരക്കിലോ നല്ല പനിയുണ്ട്. പനി കഴിഞ്ഞിട്ട് 5-6 ദിവസമായി. ഒരു കുറവിലയ്ക്കും തന്നെ രാത്രി ഭയങ്കര പനിയാണ്. രാവിലെ എണീച്ച് കുളിക്കുന്നതുകൊണ്ട് ഇതിന് അത്ര ക്ഷീണം അറിയില്ല. നമ്മളെത്ര അസുഖമായാലും കുളിക്കണം. എന്താ വെച്ചാൽ ഈ പനിയും ജലദോഷം തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ കുളിക്കാൻ. ചിലർ കുളിക്കൊന്നുമില്ല, തല നനക്കൊന്നുമില്ല. പക്ഷെ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ കുളിച്ചിട്ട് അല്ലേ ആ ഒരു എന്താ പറയുക ഭയങ്കര ക്ഷീണം ഉണ്ടാകും. അതൊക്കെ കുളിച്ച് കഴിഞ്ഞ് നല്ല ഫ്രഷ്നെസ്സിൽ നിൽക്കണം. അപ്പം തന്നെ പകുതി അസുഖം മാറും. അപ്പോൾ കണ്ടല്ലേ ഓരോ ഡിസൈൻ ഇങ്ങോട്ട് തോന്നണമായി ഇട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ തിരുവോണം വരല നമ്മൾ ഇട്ടുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് പല പല ഡിസൈൻ മനസ്സിൽ ഇങ്ങനെ വരും കേട്ടോ. ഇപ്പോൾ നമുക്ക് അത്ര കാര്യമായിട്ടൊന്നും അറിയില്ല. ഇതിപ്പോൾ രാവിലെ ആ ഉമ്മറത്തടെ ഇരിക്കുമ്പോൾ തോന്നണ മാതിരിയായിട്ട് വരയ്ക്കായിട്ട് തന്നെ. പണ്ടൊക്കെ നമ്മൾ മുറ്റത്തല്ലേ പൂവിട്ടായിരുന്നു തറ കെട്ടിയാണ്ടൊക്കെ. നമ്മളെ വണ്ടീൻ്റെ ടയറുണ്ടല്ലോ, ടയർ കൊണ്ടിൽ മണ്ണ് നിറച്ചാണ്ട് അതടിച്ച് വരുത്തി അതാണ് തറ. നിന്ന് ചാണകം തേച്ചിട്ട് പൂവിടുക. അപ്പോൾ പിന്നൊക്കെ പരിഷ്കാരങ്ങളല്ലേ. ഉമ്മറത്ത് അകത്തൊക്കെ പൂവിടണം എല്ലാവരും. ഞാൻ പറഞ്ഞ അമ്മേനോട് മുറ്റത്തിടാന്ന്. പക്ഷെ അമ്മ വേണ്ട അവിടെ ഇടാം കുട്ടിയൊക്കെ എളുപ്പത്തിന് വേണ്ട. ഞാനൊരു തല ഇടുമ്പോഴേക്കും മറ്റേ തല എൻ്റെ മക്കൾ ആകെ അരപ്പാക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നന്നാക്കാൻ നേരം കുറച്ച് വേണം. അതിനടുത്ത് ശ്രീകുട്ടി തെറ്റിപ്പോയി. അതാണ് ഇവർക്കൊക്കെ അങ്ങനെയാണ്. നമ്മൾ ചീത്തരനും കൂടി പറ്റില്ല. അപ്പോഴേക്കും ഇവരറിയാം നിങ്ങൾ ഓരോ ഭാഗമാണ്, നിങ്ങൾ ഇവരെ ഭാഗമാണ്, അവറ്റ ഓരോ ഭാഗമാണ്. ടോട്ടലൊരു തിരിയലാട്ടോ ഇവിടെ ഉള്ളത്. ആരെ ഭാഗം പറയാൻ പറ്റില്ല. പിന്നെ കാണാൻ ലാസ്റ്റ് കുറച്ച് പൂവിൻ്റെ വെച്ച് ഇത്തിരാന്ന് എഴുതിയിട്ടാണ്. അപ്പോൾ ഞങ്ങളെ പൂക്കള മത്സരമല്ല പൂക്കള ഇടയിൽ ഇതോടുകൂടി ഇന്നത്തെ ഇവിടെ അവസാനിച്ചു. ചിത്തിരൻ്റെ കുറച്ച് എരിഞ്ഞു പോയിന് കേട്ടോ. സാരല്ല കുട്ടികൾക്ക്. ഞാൻ പറഞ്ഞില്ല കുട്ടികൾക്ക് ഇത് നമുക്ക് ഓരോ അറിവും ചെറുതല്ല. ഇതിനൊരു അറിവ് കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ എഴുതുന്നത്. അപ്പോൾ എന്തെങ്കിലും മനസ്സിലായി. ഇതൊക്കെ പാട് ലാസ്റ്റ് ആകുമ്പോഴേക്കും ഒന്നും ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ. അവർക്ക് വേറെ കാര്യം. അപ്പം വേണ്ട പൂക്കളടൽ കഴിഞ്ഞു. ഇനി പരിസരമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. പണികളൊക്കെ നമ്മൾ അകത്തത്തെ കഴിഞ്ഞു കേട്ടോ. എല്ലാ പണിയും കഴിഞ്ഞു. ഇനി കറിക്ക് പരിപ്പ് വേവിച്ചിന് വെള്ളയിടാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ഞങ്ങൾ ഫോട്ടോഷൂട്ടിങ് കേട്ടോ. ഇത് നിർബന്ധമാണ്. സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോഷൂട്ടിങ്ങാണ് ലാസ്റ്റ്. ശ്രീകുട്ടി വന്ന് നിൽക്കണുണ്ടല്ലേ. അപ്പോൾ ഈ ശ്രീകുട്ടി തലയത്തെ കെട്ടൊക്കെ വെച്ച് വന്നു കേട്ടോ. എനിക്കിങ്ങനെ രാവിലെ മക്കളിങ്ങനെ കുളിച്ച് തലയിലൊക്കെ തുണി കെട്ടി ചെന്നിട്ട് ഭയങ്കര ഒരു വൃത്തിയാണ് അല്ലേ. ഭയങ്കര സുഖമാണ് മനസ്സിൽ. അപ്പോൾ കണ്ട സായിനെ വിളിച്ച് കെട്ടി ഫോട്ടോ എടുപ്പിലാണ്. ഇവരെ വീഡിയോസ് ഇങ്ങനെ കാണുമ്പോഴേ ഒന്നും പറഞ്ഞു അതിങ്ങനെ നോക്കിയിരിക്കാന്ന് തോന്നുന്നത്. പിന്നെ ചാരുട്ടീനും മാളിട്ടീനും കൂടി ഇരുത്തിയാണ്ട് അവരെ ഫോട്ടോ എടുത്തു. ആണല്ലോ മാളിപ്പോൾ വിളിച്ചാലൊക്കെ നല്ലപോലെ എന്താ പറയുക ഐ കോണ്ടാക്ട് ഉണ്ട് കേട്ടോ കുട്ടിക്ക്. അപ്പോൾ ഉള്ള പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ ഞങ്ങളെ പൂക്കളം. ഇതാണ് ഫൈനൽ ലുക്ക്. ഇങ്ങനെയുണ്ട്, രസമൊക്കെ ഉണ്ടല്ലേ. പിന്നെ ഇപ്പം എന്താ നേരെ പിന്നെ അകത്തൊക്കെ പണി കഴിഞ്ഞു അല്ലേ. അത് അടിച്ചു വാരി തുടക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഒരു പണിയില്ല നമുക്കിന്ന്. കറീൻ്റെ കുറച്ച് പരിപാടിയും കൂടി ഉള്ളൂ. ബാക്കി എല്ലാം തീർന്നത്. നാർത്ത് നീറ്റിനോണ്ട് പിന്നെ അങ്ങനത്തെ ഗുണം കേട്ടോ. അല്ലെങ്കിൽ നാർത്ത് നീച്ചാൽ മനസ്സിനൊക്കെ ഭയങ്കര സുഖം കേട്ടോ. നമ്മളെ ചോറുണ്ട്, പയറുപ്പേരി വെച്ചു. പിന്നെ ഇപ്പം എന്താ ചപ്പാത്തി ഉണ്ടാക്കിയാണ് കടി. അതിൻ്റെ കറിയൊക്കെ ചെറുപയർ. പിന്നെ ചോറ് നേരത്തെ കണ്ടല്ലോ അല്ലേ. പിന്നെ ഇപ്പം എന്താ വെള്ളരിക്ക പരിപ്പ് വെച്ചിന് വെള്ളരിക്ക ഇനിക്ക് ഇടണം. ഒരു ഫോട്ടോ ഷൂട്ടിങ് കേട്ടോ. ഒന്ന് ഗ്രീൻ ഡേ ആചരിക്കുകയെന്ന് പറഞ്ഞിട്ട് അതിലുള്ള ഫോട്ടോ എടുപ്പൊക്കെയാണ്. അങ്ങനെ ചായയുടെയും കഴിഞ്ഞ് ഫോട്ടോ എടുപ്പും കഴിഞ്ഞ് ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.